സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസ്താവന മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് IGST ക്രമാനുഗതമായ മാറ്റം വരുത്തും. 4 സ്ലാബ് ഉണ്ടായിരുന്നത് 2 സ്ലാബിലേക്ക് മാറ്റും. അപ്പം 4 സ്ലാബ് 2 സ്ലാബിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ വില കുറയും. വില കുറയുമ്പോൾ വരുമാനം കൂടും, ആളുകൾ ഒരുപാട് വാങ്ങും, അങ്ങനെ നടക്കും. ഇത് കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ, അവർ ധാരാളം ചാനലിൽ വരുന്ന മേഡമാണ്, സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ പറയുന്ന, പ്ലാനിംഗ് നേരത്തെ ധനകാര്യ കമ്മീഷനെയൊക്കെ സഹായിച്ചിരുന്ന വലിയ പ്രധാനപ്പെട്ടൊരു സാമ്പത്തിക വിദഗ്ധയാണ് ഡോക്ടർ മേരി ജോർജ്. മേഡമൊക്കെ പറഞ്ഞു, നന്നായി, എന്തേ മോഡി ഇത് നേരത്തെ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. നന്നായി, GST കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റി കൂടും. അത് ശരിയാണ്, ആളുകൾ കൂടുതൽ സാധനം, ഇപ്പോൾ ഓണത്തിനൊക്കെ പല സാധനങ്ങൾക്കും GST കുറയുമ്പോൾ ചിലതിനൊക്കെ 90% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ മേടിക്കും, പാവപ്പെട്ടവരൊക്കെ സാധനം മേടിക്കും, പണമില്ലാത്തവർ. അത് വലിയ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകും. പക്ഷേ അപ്പോൾ KN ബാലഗോപാൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിൻ്റെ വരുമാനം കുറയും. സ്റ്റേറ്റിൻ്റെ വരുമാനം, കാരണം ആളുകൾ മേടിക്കും, പക്ഷേ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. ഇൻട്രസ്റ്റ് മീൻസ് സ്റ്റേറ്റിന് കിട്ടുന്ന പൈസ കുറയും. അതിൻ്റെ ഒരു ആശങ്ക ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഇതും പരിഹരിക്കണം. അപ്പോൾ കേന്ദ്ര GST കൗൺസിലിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പറയാനുള്ളത്, ആളുകളുടെ സാധനം വാങ്ങാനുള്ള കഴിവ് കൂട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പലപ്പോഴും എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടാൻ പറ്റുക. ആളുകൾക്ക് കുറഞ്ഞ തോതിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം കൊടുക്കണം. അപ്പോഴാണ് ആളുകൾ കൂടുതൽ മേടിക്കുന്നത്, അപ്പോഴാണ് തൊഴിൽ ഒരുപാട് രാജ്യത്തുണ്ടാവുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ചെറുകിട ഉൽപ്പന്നങ്ങൾ, വീടുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ടാക്സ് ഒഴിവാക്കി തന്നെ കൊടുക്കേണ്ടതാണ്, GST പോലുള്ളതെല്ലാം. അപ്പോൾ ആളുകൾ കൂടുതൽ മേടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്ത് എക്കണോമിക് ആക്ടിവിറ്റി കൂടുകയും ഒരുപാട് വരുമാനം വരികയും ചെയ്യും. അതൊരു വിഷയം. പക്ഷേ GST വഴി സർക്കാരിന് പൈസ കിട്ടുകയും വേണം. അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ല, അതാണ് വേറെ വിഷയം. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വ്യവസായം, കൃഷി, മറ്റൊരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടും? പണം കിട്ടും. നമുക്ക് അങ്ങനെ പണമില്ല. നമ്മുടെ ആപ്പാടെ ലോട്ടറിയും മദ്യവും മാത്രമാണ് ഉള്ളത്, വേറെ പണമില്ല നമ്മളെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. അതിന് ബാലഗോപാൽ പറഞ്ഞതിനൊരു പരിഹാരം എന്ന് പറയുന്നത്, അത് കൊണ്ടുവരലല്ല, തിരിച്ച് പഴയ 2 സ്ലാബും കൊണ്ടുവരലല്ല, കുറച്ചത് കുറയ്ക്കുക. അത് ദീപാവലിയോടുകൂടി രാജ്യത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങും. കാരണം അതിന് ഇനി നടപടിക്രമം ഉണ്ടല്ലോ. അപ്പോൾ ഈ ദീപാവലിയോടുകൂടി എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന ദീപാവലി, അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടും. പക്ഷേ ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞ ആശങ്ക, കേരളത്തെ പോലുള്ള കാര്യത്തിന് പ്രത്യേക പാക്കേജുകൾ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കണം. അതിപ്പോൾ കേരളത്തെ വികസിത കേരളമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ നീങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ സമൂഹത്തെ, കേരളത്തിൻ്റെ സർക്കാരിനെയും സമൂഹത്തെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഷെയർ, അതായത് അഡീഷണൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവോ ബോണസോ പോലുള്ള എന്തെങ്കിലും ഒരു കാറ്റഗറി കൊണ്ടുവന്ന് അതിലൂടെ സ്റ്റേറ്റിനുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവണം. അപ്പോൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കണം, സ്റ്റേറ്റിന് നഷ്ടമുണ്ടാകരുത്. അപ്പോൾ പിന്നെ ചോദിക്കും, സെൻട്രലിന് നഷ്ടമാകാവോ? അതിന് ഇതൊരു സർക്കിളാണ്, ഒരു ധനകാര്യ വൃത്തമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരെണ്ണത്തിൽ പിടിക്കുമ്പോൾ അടുത്തിടത്ത് അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. സ്വാഭാവികമാണത്. സാധനങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുമ്പോൾ സർക്കാരിൻ്റെ വരുമാനം കുറയും. അപ്പോൾ അതനുസരിച്ച് സ്റ്റേറ്റിന് കിട്ടേണ്ട ഷെയർ കുറയും. ഇതൊരു സർക്കിളാണല്ലോ. പക്ഷേ അതിന് വളരെ കൃത്യമായൊരു ഹോംവർക്ക് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റും GST കൗൺസിൽ ഇപ്പോൾ ഉണ്ടല്ലോ, എല്ലാ ധനകാര്യമന്ത്രിമാരും എല്ലാവരും ഉള്ള GST കൗൺസിലില്ലേ, അത് ഒരു ഏകപക്ഷമായിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലല്ലോ, എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ടല്ലോ. സ്റ്റാലിൻ്റെ സ്റ്റേറ്റുകാരുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ GST കൗൺസിലിൽ പുതിയ നിർദ്ദേശം വരട്ടെ. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന സ്റ്റേറ്റിന് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നുള്ള ഒരു കോമ്പൻസേറ്ററി പാക്കേജ്, കോമ്പൻസേറ്ററി ബോണസ് എന്നോ കോമ്പൻസേറ്ററി ഇൻസെൻറ്റീവ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പാക്കേജ് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ചർച്ച തുടരട്ടെ, ആളുകൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടക്കട്ടെ. GST കുറച്ചതിന് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സല്യൂട്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യം, നമുക്കും കിട്ടുമല്ലോ. പക്ഷേ സ്റ്റേറ്റിനും കൂടി പണം കിട്ടുന്ന രീതിയിലേക്കുള്ള മറ്റ് ചില പാക്കേജുകൾ കൂടി ഉണ്ടാകട്ടെ. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ചർച്ച കൊണ്ടിരിക്കുന്ന മസാല വാർത്തകളല്ല. അതിൻ്റെയൊക്കെ ദിവസം കഴിഞ്ഞു, കാലം കഴിഞ്ഞു. നമുക്ക് പുതിയ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കാം.